ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഉണ്ട്. സദാപ്പന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഡിസംബർ മാസം 5-ാം തീയതി ആയിരുന്നു. അവിടെ പിന്നെ ഡിസംബർ മാസം 6-ാം തീയതി നാളെയൊക്കെ റിലീസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ തമിഴ്, തെലുങ്ക്, മലയാള സിനിമകളെ കുറിച്ച്, അവിടെ പിന്നെ മലയാളത്തിൽ നിന്നും പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്ന ബോഗണ്ടിന്റെ പണി, സൂക്ഷ്മദർശിനി തുടങ്ങിയ സിനിമകളുടെയൊക്കെ OTT റിലീസ് അപ്ഡേറ്റ്സ് ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇന്നത്തെ OTT റിലീസുകൾ പരിശോധിക്കുക. ഒന്നാമത്തെ ചിത്രം മഡ്ക എന്ന് പറയുന്ന സിനിമയാണ്. വരുൺ തേജ്, മീനാക്ഷി ചൗധരി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം കരുണ കുമാർ ആയിരുന്നു ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. നവംബർ മാസം തിയേറ്ററിലോട്ട് ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആമസോൺ പ്രൈം വീഡിയോസ് ചിത്രത്തിന് OTT റൈറ്റ്സ് സ്വന്തമാക്കി ഇപ്പോഴത്തെ പ്രൈമിൽ ഈ ഒരു സിനിമ ലഭ്യമായിട്ടുണ്ട്. തെലുങ്കിന് പുറമെ മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി തുടങ്ങി 5ഓളം ഭാഷയോടെയായിട്ടാണ് ആമസോൺ പ്രൈം വീഡിയോസ് ഈ ഒരു സിനിമയെ സ്ട്രീമിംഗ് നടത്തിയിരിക്കുന്നത്. അപ്പൊ ഈ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ മുതൽ ആമസോൺ പ്രൈം വീഡിയോസ് വഴി ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന മറ്റൊരു രണ്ടാമത്തെ ചിത്രം നോക്കിയാൽ ശിവകാർത്തികേയൻ, സായി പല്ലവി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയ അമരൻ എന്ന് പറയുന്ന സിനിമയാണ്. രാജ്കുമാർ പെരിസ്വാമി ഡയറക്ട് ചെയ്ത ചിത്രം ഏകദേശം 330 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് നടത്തിയിരിക്കുകയാണ്. തമിഴിന് പുറമെ മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ 5ഓളം ഭാഷയോടെയാണ് നെറ്റ്ഫ്ലിക്സ് ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്തിയിരിക്കുന്നത്. അവിടെ പിന്നെ ഇന്ന് മിഡ് നൈറ്റ്, അവിടെ പിന്നെ നാളെയായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളെ കുറിച്ച് നോക്കണം. ഒന്നാമത്തെ ചിത്രം നോക്കുകയാണ് ജിഗ്ര എന്ന് പറയുന്ന ഹിന്ദി ചിത്രമാണ്. ആരിഫ് ഭട്ട് കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രമായിരുന്നു ജിഗ്ര എന്ന് പറയുന്ന സിനിമ. ഒക്ടോബർ മാസം തിയേറ്ററിലോട്ട് എത്തിയ ചിത്രം സാമ്പത്തികമായിട്ട് അത്യാവശ്യം വലിയൊരു വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ബസൻ ബാർ എന്ന ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രം ഇന്ന് മിഡ് നൈറ്റ് സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഹിന്ദി ഭാഷ മാത്രമേ ഇന്ന് സ്ട്രീമിംഗ് നടത്തത്തുള്ളതാണ് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇന്ന് മിഡ് നൈറ്റോ അല്ലെങ്കിൽ നാളെയായിട്ട് സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ കന്നഡയിൽ നിന്നുള്ള ഒരു ചിത്രമാണ് മർഫി എന്നാണ് ചിത്രത്തിന്റെ പേര്. പ്രഭ മുദ്ഗർ, രോഹിണി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്ന ബീർസ് പ്രതാപ് വർമ്മയാണ്. ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിട്ട് മാറി എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഒക്ടോബർ മാസമായിരുന്നു ചിത്രം സ്ട്രീമിംഗ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ചിത്രത്തിലെ OTT റൈറ്റ്സ് എല്ലാം ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രം ഇന്ന് മിഡ് നൈറ്റ് സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ വിക്കി വിറ്റേക്ക വോ വാല വീഡിയോ എന്ന് പറയുന്ന ഒരു ഹിന്ദി ചിത്രമാണ്. രാജ്കുമാർ റാവു കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം ഡയറക്ട് ചെയ്തിട്ടുള്ളത് രാജ് ശാന്തിയുടെ ആയിരുന്നു. എനിക്കാണ് ചിത്രം ബോക്സ് ഓഫീസിൽ അത്യാവശ്യം വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ മാസം 14-ാം തീയതി ചിത്രം തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വരുന്ന ഡിസംബർ മാസം 7-ാം തീയതി, അതായത് നാളെ മിഡ്നൈറ്റോട് കൂടി അല്ലെങ്കിൽ മറ്റന്നാളുമായിട്ട് നമുക്ക് നെറ്റ്ഫ്ലിക്സ് വഴി ഈ സിനിമ കാണാൻ സാധിക്കും. നിലവിൽ ഹിന്ദി ഭാഷ മാത്രമേ ഈ സിനിമ സ്ട്രീമിംഗ് നടത്തത്തുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാളെ റിലീസ് ചെയ്യുമ്പോൾ മലയാള ചിത്രങ്ങൾ ഏതൊക്കെയാന്ന് നോക്കണം. ഒന്നാമത്തെ ചിത്രം ഫാമിലി എന്ന് പറയുന്ന മലയാള ചിത്രമാണ്. വിനയ് ഫോർട്ട് കേന്ദ്ര കഥാപാത്രത്തിന്റെ ചിത്രമായിരുന്നു ഫാമിലി എന്ന് പറയുന്ന സിനിമ. ഒരുപാട് നാളായിട്ട് ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട് പ്രഷർ കാത്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ മനോരമ മാക്സ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം നാളെ മിഡ് നൈറ്റോട് കൂടി അല്ലെങ്കിൽ ഇന്ന് മിഡ് നൈറ്റോട് കൂടി സ്ട്രീമിംഗ് നടത്തുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മനോരമ മാക്സ് വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ മറ്റു ചിത്രങ്ങൾ ഏതൊക്കെയാന്ന് നോക്കണം. ഒന്നാമത്തെ ചിത്രം ബോഗൻവില്ല എന്ന് പറയുന്ന ചാക്കോച്ചൻ ചിത്രമാണ്. കുഞ്ചാക്കോ ബോബൻ, ജ്യോതിർമയി, ഫഹദ് ഫാസിൽ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമാക്കി അമരനേരത്ത് അണിയിച്ചൊരുക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ മാസം തിയേറ്ററിലോട്ട് എത്തിയ ചിത്രം ഏകദേശം 30 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഈ ഒരു വർഷത്തെ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ സോണി ലൈവ് സ്വന്തമാക്കിയിട്ടുണ്ട്. സോണി ലൈവ് എന്നാണ് ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. ഡിസംബർ മാസം 13-ാം തീയതി എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഡിസംബർ മാസം 13-ാം തീയതി നമുക്ക് മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷയോടെയായിട്ട് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികൾ ഏറെക്കാലമായിട്ട് കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് ജോഷി ജോർജ് ആദ്യമായിട്ട് രജനി സംവിധാനം നിർവഹിച്ച ചിത്രമായിരുന്നു പണി എന്ന് പറയുന്ന സിനിമ. അദ്ദേഹം തന്നെ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറിയിട്ടുണ്ട്. അത് ഏകദേശം 30 കോടിക്ക് മുകളിൽ ചിത്രം ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്ത് ഈ വർഷത്തെ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സോണി ലൈവ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഡിസംബർ മാസം 20-ാം തീയതി ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്തുന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുക. അതൊക്കെ നമുക്ക് കാത്തിരിക്കാം സോണി ലൈവ് ഈ സിനിമ കാണാൻ വേണ്ടി. അതോടൊപ്പം തന്നെ നവംബർ മാസം തിയേറ്ററിലെത്തി വൻ വിജയമായിട്ട് മാറുന്ന മേഴ്സിൽ ജോസഫ്, നസ്രേറ്റ് കൂട്ടുകെട്ടിൽ ഒന്നിച്ച സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമയുടെ OTT അപ്ഡേറ്റ്സുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. റിലീസ് ചെയ്ത് 2 ആഴ്ച പിന്നിടുമ്പോൾ തന്നെ ചിത്രം ഏകദേശം 30 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഈ വർഷത്തെ വിജയ ചിത്രങ്ങളുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയ ഡിസംബർ മാസം അവസാനത്തോടുകൂടി, അതായത് ക്രിസ്മസ് സ്പെഷ്യലായിട്ടോ അല്ലെങ്കിൽ ന്യൂ ഇയർ സ്പെഷ്യലായിട്ടോ ഹോട്ട്സ്റ്റാർ വഴി നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് സർപ്രൈസ് ആയിട്ട് മലയാളത്തിൽ നിന്ന് ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. മലയാള സിനിമാ പ്രേമികൾ ഏറെ കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു ചിത്രം തന്നെയായിരുന്നു. ചിത്രം നോക്കിയാൽ കൽബ് എന്ന് പറയുന്ന സിനിമയാണ്. 2024 ജനുവരി മാസം 12-ാം തീയതി തിയേറ്ററിലോട്ട് എത്തിയ ചിത്രത്തിൽ രഞ്ജിത്ത് സജീവ്, നേഹ നസീം തുടങ്ങിയവരായിരുന്നു കേന്ദ്ര കഥാപാത്രത്തിലോട്ട് എത്തിയ. സജിത് യാഹി ആയിരുന്നു ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് ചിത്രം ഇപ്പോഴത്തെ
ആമസോൺ പ്രൈം വീഡിയോസ് ലഭ്യമാണ്. അപ്പൊ ഈ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രൈം വീഡിയോസ് വഴി ഇന്ന് മുതൽ ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് നമ്മൾ പുറത്തുവിട്ടിരിക്കുക. അപ്പൊ ഇതിലെ ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.